ഇന്നത്തെ ടോപ്പിക്ക് കുട്ടിക്ക് ഛർദി വന്നാൽ എന്ത് ചെയ്യണം? പ്രധാനമായും 3 കാരണങ്ങൾ കൊണ്ടാണ് കുട്ടിക്ക് സാധാരണഗതിയിൽ ഛർദി വരാറ്. 1 വയറിലെ അസുഖമുണ്ട്. 2 അധികമായിട്ട് ചുമയ്ക്കുകയാണെങ്കിൽ ഛർദിക്കാം. 3-മത്തത് പനി വളരെ കൂടുതലായി തലവേദന വന്നാൽ ഛർദിക്കാം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വയറിൻ്റെ അസുഖം മൂലമുള്ള ഛർദിയെ പറ്റിയാണ്. കുട്ടി ഛർദിക്കുമ്പോൾ മുഴുവൻ ഛർദിച്ച് കളയാനായിട്ട് വെയിറ്റ് ചെയ്യുക. തല അല്പം ചെരിച്ച് താഴ്ത്തി പിടിക്കുക. ഛർദിച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് പെട്ടെന്ന് ദാഹമുണ്ടായെന്നിരിക്കും. വെള്ളം കൂടുതലായിട്ട് ചിലപ്പോൾ കുടിക്കാൻ ആഗ്രഹിക്കും. പക്ഷേ വെള്ളം ആ സമയത്ത് വളരെ കുറേശ്ശെ കൊടുക്കുക. അതായത് ഒരു സ്പൂൺ നിർത്തി കൊടുക്കണം. ഒരു സ്പൂൺ വലിഞ്ഞിട്ട് വേണം അടുത്ത ഒരു സ്പൂൺ കൊടുക്കാനായിട്ട്. ഒറ്റയടിക്ക് അര ഗ്ലാസ്സോ 1 ഗ്ലാസ്സോ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി വേഗം വീണ്ടും ഛർദിക്കും. അപ്പോൾ ഛർദിച്ച് കഴിഞ്ഞാൽ അല്പനേരം വെയിറ്റ് ചെയ്തിട്ട് ഛർദിക്കാനുള്ള ടെൻഡൻസി കുറഞ്ഞിട്ട് വേണം വെള്ളം കുറേശ്ശെയായിട്ട് കൊടുക്കാൻ. എന്നിട്ടും ഛർദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ കാണാം. ഡോക്ടർ 2 രീതിയിൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഒന്ന്, ഛർദിയുടെ മരുന്ന് വേണമെങ്കിൽ കുറിച്ച് തരാം. അതല്ല, തുടർച്ചയായിട്ട് ഛർദിക്കുകയാണെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കും. ഇഞ്ചക്ഷൻ എടുത്താൽ ഉടനെ ഇഫക്റ്റ് കിട്ടണമെന്നില്ല. കുറേ നേരം കഴിഞ്ഞിട്ടായിരിക്കും ഇഫക്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതുവരെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് വേണം വെള്ളം കുറേശ്ശെയായിട്ട് കൊടുക്കാനായിട്ട്. കുറേശ്ശെ കൊടുക്കുമ്പോൾ അധികം ഛർദിക്കുകയില്ല. ചിലർ കരിക്കും വെള്ളം ഉടനെ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം കൊടുക്കാറുണ്ട്. ഏറ്റവും നല്ലത് തിളപ്പിച്ചാറിയ വെള്ളം ഓരോ സ്പൂണായിട്ട് കൊടുക്കുകയാണ് നല്ലത്. പിന്നെയും ഛർദിക്കുകയാണെങ്കിൽ ഛർദിയുടെ മരുന്ന് കൊടുത്തു നോക്കാം. മരുന്ന് പെട്ടെന്ന് കുടിക്കാനായി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും മരുന്ന് തന്നെ ഛർദിച്ച് പോയേക്കാം. അതുകൊണ്ട് മരുന്ന് ഡ്രോപ്പറിലോ അത് തുള്ളിയായിട്ട് കുറേശ്ശെയായിട്ട് നാക്കിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഛർദിക്കാനുള്ള സാധ്യത കുറവാണ്. പ്രധാനപ്പെട്ട കാര്യം, ഛർദിക്കുമ്പോൾ വെള്ളം ഒരുമിച്ച് കൊടുക്കരുത്. കുറേശ്ശെ പല പ്രാവശ്യമായിട്ട് ഡ്രിപ്പ് കൊടുക്കുന്ന പോലെ കുറേശ്ശെയായിട്ട് വളരെ കുറച്ച് മാത്രമായിട്ട് കൊടുക്കുക. അങ്ങനെയായാൽ വെള്ളം പിടിച്ച് കിട്ടും. ഇതുകൊണ്ടൊന്നും ഛർദി നിന്നില്ലെങ്കിൽ ചിലപ്പോൾ IV ഫ്ലൂയിഡ് ഡ്രിപ്പ് കൊടുക്കേണ്ടി വരും.